ആദ്യമായി തനിക്കുണ്ടായ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ കൊതിച്ച് ആശുപത്രിയിലെ മുറിയിൽ ഇരിക്കുകയായിരുന്നു യുവതി. പെട്ടെന്ന് നേഴ്സ് വിളിച്ചു പറഞ്ഞു, കുഞ്ഞിനെ ഇനി നിങ്ങൾക്ക് കാണാമെന്ന്. അതുവരെ അബോധാവസ്ഥയിലായിരുന്നു യുവതി. നേഴ്സിൻ്റെ കൂടെ ആശുപത്രി വരാന്തയിലൂടെ പോകുമ്പോൾ ആളുകൾ ഒരു പരിഹാസ ചിരിയോടെ അവളെ നോക്കുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും മനസ്സിൽ ഒന്നു മാത്രം, ഈ നാട്ടിൽ ഇത്രയും പുരുഷന്മാർ ഉണ്ടായിട്ടും എന്തിനാണ് ഈ യുവതി ഒരു ചിമ്പാൻസി കുഞ്ഞിന് ജന്മം നൽകിയത്? തൊട്ടിലിൽ ഒരു കറുത്ത രൂപം അനങ്ങുന്നത് യുവതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അത് അവളുടെ കുഞ്ഞായിരുന്നു, ചിമ്പാൻസി കുഞ്ഞ്. പെട്ടെന്ന് അവൾ അതിനെ എടുത്ത് താലോലിക്കാൻ തുടങ്ങി. സന്തോഷം കൊണ്ട് ചിമ്പാൻസി കുഞ്ഞ് ഓരോ ശബ്ദം പുറപ്പെടുവിക്കാൻ തുടങ്ങിയിരുന്നു. പതിയെ അവിടെ ഇവിടെയൊക്കെയായി കയറി നടക്കാൻ തുടങ്ങി. ഇത് ആശുപത്രിയിലെ മുതിർന്ന ഡോക്ടർക്കും മറ്റ് ജീവനക്കാർക്കും രോഗികൾക്കും ബുദ്ധിമുട്ടായതോടെ അവരോട് ആശുപത്രി വിട്ട് എവിടെയെങ്കിലും വേഗം പൊക്കോളാൻ പറഞ്ഞു. തൻ്റെ ആദ്യ ഭർത്താവിൻ്റെ ക്രൂരമായ പീഡനം ഒഴിവാക്കാനായിരുന്നു മൃഗശാലയിലെ അനുസരണയും സ്നേഹവുമുള്ള ചിമ്പാൻസിയെ യുവതി കല്യാണം കഴിച്ചത്. ചിമ്പാൻസി കുഞ്ഞിനെ കയ്യിലേന്തി യുവതി ആശുപത്രിയുടെ വാതിൽക്കലെത്തി. ഒരുപാട് പരീക്ഷണത്തിനും ശസ്ത്രക്രിയയ്ക്കും ഒടുവിലാണ് ഒരു മനുഷ്യ സ്ത്രീ ചിമ്പാൻസി കുഞ്ഞിന് ജന്മം നൽകുന്നത്. അതിനുവേണ്ടി അവൾക്കുണ്ടായിരുന്ന വീടും സ്വത്തുക്കളും എല്ലാം വിൽക്കേണ്ടി വന്നു. ചിമ്പാൻസി കുഞ്ഞ് കയ്യിലുള്ളതുകൊണ്ട് ബസ്സും ടാക്സിയും ഒന്നും അവളെ കണ്ട് നിർത്തിയില്ല. പിന്നെ ഒന്നും നോക്കിയില്ല. അവൾ 2 കിലോമീറ്റർ നടന്നാണ് വീട്ടിലേക്ക് പോകുന്നത്. അവിടെ കുഞ്ഞിന് ജന്മം കൊടുത്ത വലിയ ചിമ്പാൻസി ഇവരെ 2 പേരെയും കാത്തു നിൽക്കുകയാണ്. അങ്ങനെ അവർ വീടെത്തിയിരിക്കുകയാണ്. വീടിൻ്റെ ജനലിൽ കൂടെ വഴിയിലേക്ക് ചിമ്പാൻസി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ വാതിൽ തുറന്നതും ചിമ്പാൻസി ഓടി വന്ന് കുഞ്ഞിനെ കയ്യിലെടുത്ത് കളിപ്പിക്കാൻ തുടങ്ങി. അവൾ ആ രാത്രിയിൽ മുഴുവൻ ആലോചിക്കുകയായിരുന്നു. തൻ്റെ ഭർത്താവ് ചിമ്പാൻസിയുടെ ഗതി തൻ്റെ കുഞ്ഞിന് വരരുത്. അവർ ജീവിക്കേണ്ടത് കാട്ടിലാണ്. വെറുതെ 4 ചുമരിൽ കൊണ്ടുവന്ന് ക്രൂശിക്കുന്നത് ശരിയല്ല. അവരെ അവരുടെ വഴിക്ക് വിടണം. അങ്ങനെ അവൾ ആ തീരുമാനമെടുത്തു. ഇവരെ 2 പേരെയും കാട്ടിൽ കൊണ്ടുവിടണം. ഒരു വാൻ വിളിച്ച് ഇവർ 3 പേരും കാട്ടിലേക്ക് പുറപ്പെട്ടു. കാട്ടിൽ ചെന്നതും ചിമ്പാൻസികൾക്ക് വളരെ സന്തോഷമായിരുന്നു. അവർ ശബ്ദമുണ്ടാക്കാനും മരത്തിൽ കയറാനും തുടങ്ങി. എന്നാൽ കുറച്ചു കഴിഞ്ഞ് യുവതി പതുക്കെ അവിടെ നിന്നും പോകാൻ തുടങ്ങി. എന്നാൽ കാര്യങ്ങൾ തകിടം മറിഞ്ഞു. വലിയ ചിമ്പാൻസിയും ചെറിയ ചിമ്പാൻസിയും അക്രമാസക്തനാകുന്ന കാഴ്ചയായിരുന്നു അവിടെ കണ്ടത്. അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് കാടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. വലിയ ചിമ്പാൻസി അവിടെ വെച്ചൊരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ചു. ആ കാടിൻ്റെ പ്രദേശത്തുള്ള ചിമ്പാൻസികളെല്ലാം അവിടെ വന്ന് അവൾ കാട് വിട്ടു പോകാതെ കാവലിരുന്നു. അവൾക്ക് കഴിക്കാൻ കാട്ടിലെ പഴങ്ങളും എല്ലാം ചിമ്പാൻസികൾ കൊണ്ടുകൊടുത്തു. പക്ഷേ മറ്റ് ചിമ്പാൻസികൾ അവളെ ആക്രമിക്കാൻ വരുന്നൊരവസ്ഥയായിരുന്നു. കാരണം വേറൊന്നുമല്ല, അവളുടെ വസ്ത്രമായിരുന്നു. നാട്ടിൽ നിന്നും ചിമ്പാൻസികളെ വേട്ടയാടാൻ വരുന്ന മനുഷ്യർ ധരിച്ച പോലെ വസ്ത്രമായിരുന്നു അവളുടേത്. അതായിരുന്നു പ്രശ്നം. പെട്ടെന്ന് കൂടെ ഉണ്ടായിരുന്നൊരു ചിമ്പാൻസി വന്ന് അവളുടെ വസ്ത്രം വലിച്ചു കീറി. അവൾ തെറിച്ചൊരു കുഴിയിൽ വീണു. ഇനിയും ഈ വസ്ത്രം ധരിക്കുന്നത് അത്ര പന്തിയല്ലെന്ന് അവൾക്ക് മനസ്സിലായി തുടങ്ങി. അവൾ തനിയെ വസ്ത്രങ്ങൾ ഓരോന്നായി അഴിച്ചു കളഞ്ഞു. പൂർണ്ണ നഗ്നമായ അവൾ ചിമ്പാൻസികളുടെ കൂടെ കൂടി. ചിമ്പാൻസികൾക്കും ഇത് വളരെ സന്തോഷമായി. അങ്ങനെ ഒരു കൂട്ടം ചിമ്പാൻസികളുടെ കൂടെ യുവതി ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്.